ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഞാനും നല്ല എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗീവ് അവേ റിസൾട്ട് അനൗൺസ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ഒപ്പം പേപ്പർ കട്ടർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് ഓഗസ്റ്റ് 17 പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ലിങ്ക് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞു, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ ഗീവ് അവയുടെ പ്രൈസ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആദ്യം കാണിച്ച സംഭവമാണ് സെക്കൻഡ് വിന്നറിന്. ഈ കാണുന്ന ജേർണൽ സെറ്റാണ് ഫസ്റ്റ് വിന്നർക്കുള്ളത്. പിന്നെ ആരും ഈ തെർമോക്കോൾ കട്ടർ ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലാണ് ഞാൻ ഗീവ് അവേ എങ്ങനെയാണ് ചെയ്തത്, എന്താ ചെയ്തത്, എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ടൈമിലാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് ആരാ വിന്നർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വിന്നർ ആരാ നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തെർമോക്കോൾ കട്ടർ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ തെർമോക്കോൾ കട്ടർ ഉണ്ടാക്കുന്നതെന്നൊന്നും തെർമോക്കോൾ കട്ടർ അല്ല, പേപ്പർ കട്ടർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്ന മെഷർമെൻറ്റിലാണ് നമുക്ക് കാർഡ്ബോർഡ്സ് ഒക്കെ വേണ്ടത്. സെൻറ്റർ ഭാഗത്ത് 25 × 10 സെൻറ്റിമീറ്റർ, രണ്ടെണ്ണം 25 × 2 സെൻറ്റിമീറ്റർ വരുന്ന പോലെ കട്ട് ചെയ്യാം. പിന്നെ അതല്ലാതെ ചെറിയ ചെറിയ സ്ട്രിപ്പ് ഇതേപോലെ 2 × 4.5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാം. പിന്നെ 2 സർക്കിൾസ് മതി, 3 എണ്ണം വേണ്ട. ഒരു 3.5 സെൻറ്റിമീറ്റർ ഡയാമീറ്റർ വരുന്ന പോലെ, അതായത് ഒരു 1.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 2 വട്ടമാണ് വേണ്ടത്. അപ്പോൾ സംഗതിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗീവ് അവേയുടെ കാര്യം പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം ഒരു 1 മന്ത് ആയതിന് ശേഷമാണ് നമുക്ക് 50K ഒക്കെ ആയിട്ടുണ്ട്. ഇത് ഞാൻ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പറയണത്. അപ്പോൾ ഒരു 1 മന്ത് ആയതിന് ശേഷമാണ് നമുക്ക് 50K ഒക്കെ ആയത്. അപ്പോൾ എനിക്ക് ഗീവ് അവേ നടത്തണം നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സംഭവം നടത്തിയത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധികം റെസ്പോൺസോ കാര്യങ്ങളോ ഞാൻ ഒന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പറയുകയാണെങ്കിൽ ഏകദേശം 1500-ന് മേലെ ആൾക്കാർ ഗീവ് അവേക്ക് നെയിംസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കിയ സമയത്ത് 200-ന് മേലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം 200 പേരിൽ ആകെ ഒരു 2 പേരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 2 പേര് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്തേ നോക്കിയിട്ടുണ്ടായില്ല. ഞാൻ വിചാരിച്ചു ക്ലോസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും എന്നുള്ള രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ സാറ്റർഡേ 17-നാണ് രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നോക്കിയ സമയത്ത് 1588 അങ്ങനെ ആ ഒരു കൗണ്ടിൽ എന്തുമായിരുന്നു നമുക്ക് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് അല്ലേ, ജസ്റ്റ് ഫോട്ടോ നോക്കാനല്ലേ, അപ്പോൾ നമുക്കൊരു 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ തീരുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലൊക്കെയാണ് ഞാൻ, അതായത് ഇപ്പോൾ സാറ്റർഡേ ക്ലോസ് ചെയ്തു, സൺഡേ മൊത്തം ഒന്ന് നോക്കിയിട്ട് മൺഡേ പബ്ലിഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വിചാരിച്ചത്. പക്ഷേ സംഗതി എക്സ്പെക്റ്റ് ചെയ്ത പോലെയേ അല്ല. ജസ്റ്റ് ഞാൻ സത്യമായിട്ടും ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളയച്ച എല്ലാ ഫോട്ടോസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഒറ്റ ഫോട്ടോസ് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അഥവാ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നാണെങ്കിൽ പോലും ആരും വിഷമിക്കണ്ട. എന്തായാലും നമ്മുടെ ചാനലിൽ അടുത്ത ഗീവ് അവേ ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്ത എഫേർട്ടൊന്നും വേസ്റ്റ് ആയിട്ടില്ല. ഞാൻ എല്ലാം സത്യമായിട്ട് എല്ലാം ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ഒരെണ്ണം പോലും, അതായത് ഞാൻ ആദ്യം വിചാരിച്ച ഈ 1500 സംഭവം ഞാൻ എങ്ങനെ തീർക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷെ എന്തോ ഞാൻ ഇരുന്ന് എല്ലാ സംഭവം നോക്കിയിട്ടുണ്ട്. അതായത് രാത്രി ഒരു 10 മണി മുതൽ ഒരു 2 മണി വരെ ഇരുന്ന് എല്ലാം ചെയ്ത് രാവിലെ എഴുന്നേറ്റൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യണത്. അപ്പോൾ അത്രയും സമയം എടുത്തുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ അനിയത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, പട്ടു 10 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനും പട്ടു മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ഫുള്ള് ബേബി സിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ചാനലിന് മുമ്പ് എനിക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ചാനലും ഉള്ള സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്ന്. അതായത് നമ്മളിഷ്ടമുള്ള ആൾക്കാർ, അതായത് നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണല്ലേ, അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ട് എടുക്കുന്ന പോലത്തെ കുറച്ചൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആക്ച്വലി ആ ഒരു സംഭവം എനിക്ക് ഈ കടിൽ ക്ലൗഡ് ചാനലിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലെസ് ടൈമിലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ നല്ല ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷൗട്ട് ഔട്ട് ഇനി മുതൽ ഇല്ലാതെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഇഷ്ടം പോലെ നല്ല നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് മൊത്തം ഒരു 400 സംതിങ് എന്തോ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിലൊരു 400 സംതിങ് എന്ന് പറയുകയാണെങ്കിൽ 400 കമൻറ്റ്സും അടിപൊളി കമൻറ്റ്സ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ചിലർ കുറച്ച് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കമൻറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഷൗട്ട് ഔട്ട് നിർത്തുന്നത് അതുകൊണ്ടൊന്നും അല്ല, 1 മന്തിൽ ഇങ്ങനെ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയുന്ന എല്ലാ കാര്യം വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈവൻ ഈ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറ്റി മോശമായി പറയും അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ പേഴ്സണലി എനിക്കെന്താ റിപ്ലൈ പറയാനുള്ളത് എന്നുള്ള അത്രയും പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത്.
ചിലരൊക്കെ നമ്മൾ എങ്ങനെ ഞാൻ മാക്സിമം എൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾ ഒരു തരത്തിൽ നെഗറ്റീവ് അല്ല പറയുന്നത് എന്ന് അറിയിക്കണം എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ചിലരത് നെഗറ്റീവായിട്ട് എടുക്കും. ഞാൻ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. പിന്നെ ഞാൻ നോർമലി ഇന്നേ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഇതേപോലെ ഇരുന്ന് എൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഇന്നലെ ഞാൻ ആ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും ഇരുന്ന് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങൾ അയച്ച ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിങ്ങനെ ഇരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. ഇത്രയും പേർക്ക് ഇത്ര രൂപയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എത്രയാവും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും വലിയ സാമ്പത്തിക ശേഷി ഈ പ്രായത്തിൽ എനിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവർക്കും ഒന്നും അയക്കാൻ പറ്റാത്തത്. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് ഈ ചാനലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്തായാലും നമുക്ക് ഇപ്പോൾ ഫോട്ടോസ് അയച്ചാൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്ന സമയത്ത് തെർമോക്കോൾ കട്ടർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഞാനിത് എക്സ്പ്ലെയിൻ ഒന്നും അധികം ചെയ്തിട്ടില്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാൻ, ഞാൻ അത് കമൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേനെ പറ്റി ഏകദേശം അത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ ഈ പേപ്പർ കട്ടറിൽ ബ്ലേഡായിട്ട് യൂസ് ചെയ്യുന്ന തെർമോക്കോൾ കട്ടറിൻ്റെ ഈ ഒരു ഭാഗം ബാക്ക് സൈഡ് യൂരി കഴിഞ്ഞ് ഇതേപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ സംഭവമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണതിൻ്റെ അത്ര സ്മൂത്തായിട്ട് കട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എൻ്റെ ബ്ലേഡ് പഴയതായതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും സംഭവം വർക്കിംഗ് ആണ്, നല്ല അടിപൊളിയായിട്ട് കീറി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ടൈം ഫോർ ദ ഗീവ് അവേ റിസൾട്ട്സ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗീവ് അവേ, എന്താണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റെസ്പോൺസസ്. 1500 മേലെ റെസ്പോൺസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് എന്താണ് ഇത്ര പേര് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് വീഡിയോ, എന്താണ് ഫോട്ടോ എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരുന്നതാണ്. പിന്നെ അതല്ലാതെ എനിക്ക് പറയാനായിട്ട് എനിക്ക് ആകെ ഒറ്റ കാര്യമാണ് അധികം ഇഷ്ടപ്പെടാതിരുന്നത്. കുറച്ച് പേരൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഫോട്ടോസ് കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. കാരണം നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്നത്, നമുക്ക് ആവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടാൽ മതി. അപ്പോൾ എനിക്ക് അതത്ര താല്പര്യം തോന്നിയില്ല. ബാക്കിയുള്ളതൊക്കെ സെറ്റായിരുന്നു. പിന്നെ നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഇതൊക്കെ പിടിച്ച് നല്ല ക്യൂട്ടായിട്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീഡിയോസൊക്കെ ചെയ്യണതിൽ എന്തെങ്കിലും മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴാണ് തോന്നിയത്. കുറേ പേര് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ബാക്കിലൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ടൈമിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ എഫേർട്ട് വേസ്റ്റായി പോകാൻ പാടില്ല. അപ്പോൾ കണ്ടിട്ട് അവർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള തോന്നിയ സംഭവങ്ങളൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ പറയാനായിട്ട് ഈ ഒരു ടൈമിൽ ഫുള്ള് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരുടെ എഫേർട്ട് വേസ്റ്റ് ആയിട്ടില്ല. ഞാൻ ഫുള്ള് ഇരുന്ന് നല്ലപോലെ നോക്കിയിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ രാവിലെയൊക്കെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് തന്നെയായിരിക്കും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടാവുക. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. യു ഗൈസ് ആർ ദ ബെസ്റ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ എനിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ലവ് നോട്ട് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ആരുടെയും ഭംഗി നോക്കിയിട്ട് ഒന്നുമല്ല ഞാൻ സെലക്ട് ചെയ്യുന്നത്, അവരുടെ ചെറിയ എഫേർട്ട് നോക്കിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യണത്. ഇതിൽ ഐ ലവ് യുവർ വോയിസ്, ഐ ലവ് യുവർ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കുട്ടി കടിൽ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ക്യൂട്ട് സബ്സ്ക്രൈബർ കുട്ടിയാണിത്. പിന്നെ അതല്ലാതെ കുറേ പേര് ഫ്ലവേഴ്സ് അല്ലാതെ വേറെ സംഭവമൊക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഉണ്ടാക്കി വെച്ച കുറേ സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കട്ട കൊണ്ടുള്ള ഫോൺ സ്റ്റാൻഡ്, അതിനകത്ത് എൻ്റെ വീഡിയോ എന്ന് എനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത്. പിന്നെ അതല്ലാതെ നമ്മുടെ അടിപൊളി കവായ് ഫോൾഡിങ് നോട്ട്ബുക്കൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റ ഫ്ലവർ ഉണ്ടാക്കിയില്ലെങ്കിലും അതിൽ നമ്മൾ 50K എന്നൊക്കെ പറഞ്ഞ ഹാർട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നെക്സ്റ്റ് വണ്ണ് ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിയതായിരുന്നു. അതിലിങ്ങനെ ഐ ലൈക്ക് കടൽ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പോൾ പിന്നെ അടുത്തത് നല്ല പൂത്തിരി കത്തിച്ച് വെച്ച പോലെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി. ഇതിനൊക്കെ നല്ല ടൈം എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനതൊക്കെ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലവ് യു കടിൽ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഐ ലവ് യു ടു, ഐ ലവ് യു ഓൾ. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഒരാൾ നല്ല നീണ്ട ലവ് ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ലവ് ലെറ്റർ എന്നുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞാണ്. പക്ഷേ ഇതിൽ ആളിങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ക്ലേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുക്കിംഗ് അല്ലാത്ത മെത്തേഡ് ഇടാമെന്നൊക്കെ. ഞാൻ അത് ഉടനെ ഇടാം, കാരണം ഞാൻ ആ ക്ലേ ഒന്ന് തീർന്നോട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അതൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇടാം. പിന്നെ നമ്മുടെ നോട്ട്ബുക്ക്, പിന്നെ ഫ്ലവറിൻ്റെ നടുക്ക് നല്ല കടൽ ക്ലൗഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ആൾ നല്ല അടിപൊളി ക്ലൗഡ് പെൻ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ടു കടിൽ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സും കാണാൻ നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ വേറെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് തോന്നി. കാരണം എന്താ, ഈ ബോ നമ്മൾ ഉണ്ടാക്കിയതാണ്, ഈ ഒരു ബോക്സ് നമ്മൾ ഉണ്ടാക്കിയാണ്. ഇത് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്ത ഡസ്റ്റ് ഡെക്കറാണ്. അത് ചെയ്തിട്ടുണ്ട്, ഫിംഗർ പ്രിൻറ്റിൻ്റെ സംഭവം ചെയ്തിട്ടുണ്ട്, തീപ്പെട്ടി കൊണ്ടുള്ള സംഭവം ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരു കടിൽ ക്ലൗഡ് മയമായിരുന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയൊരു സംഭവമാണ്. കാരണം ടു യു എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു. എന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഐ ലവ് യു ഇങ്ങനെ എന്താ പറയുക നല്ല ലെറ്ററൊക്കെ എഴുതി. ഇതാണ് ഞാൻ ഫസ്റ്റായിട്ട് ലെറ്റർ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇയർഫോൺ ഹോൾഡറും നമ്മുടെ പെൻ സ്റ്റാൻഡും നമ്മുടെ കാലിൻ്റെ ആടായ കാലാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത ബുക്ക് മാർക്ക്, പിന്നെ മറ്റേ സീക്രട്ട് മെസ്സേജ് റിവീല്, കവായി സ്റ്റിക്കേഴ്സ്, ആ കാര്യങ്ങളുണ്ടായിരുന്നു. അതല്ലാതെ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് കടിൽ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഫസ്റ്റൊക്കെ ആയിട്ട് ചെയ്ത ഡെക്കോർ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ കുറേ പേര് ഫസ്റ്റ് മുതലേ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായി. പിന്നെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരാൾ ഫോൺ കിട്ടിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞൊരു ക്യൂട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മുടെ മൂൺ ലാമ്പ് ഉണ്ടായിരുന്നു, ലവ് യു കടിൽ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലവ് യു ടു. പിന്നെ ഇതിൽ നമ്മുടെ മൂൺ ഡസ്റ്റ് ഡെക്കോറും മിനിയൻ പെൻ സ്റ്റാൻഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇതിൻ്റെ മുകളിൽ നല്ല ഐ ലവ് യു വീഡിയോ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ അവരുടെ SSLC ഗ്രേഡ് കാർഡൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൺഗ്രാറ്റ്സ്. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആരത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയതാണ്. എന്തായാലും അക്സയ്ക്ക് ഒരു അടിപൊളി കൺഗ്രാറ്റ്സ്. എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ പറയൂ. പിന്നെ അതല്ലാതെ പറയുകയാണെങ്കിൽ ഇത് കൃഷ്ണശ്രീ എഴുതിയതാണ് എൻ്റെ ഒരു നിഗമനം. കൃഷ്ണശ്രീ തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. എനിക്ക് കാണാനും ഹാൻഡ് റൈറ്റിങ്ങും ലെറ്റർ മൊത്തത്തിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ലെറ്ററൊക്കെ എന്തായാലും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കിയിട്ടുണ്ട്. ആരും വിഷമിക്കേണ്ട, കുറേ പേര് നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വാൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതായത് കുറേ മൂവി പോസ്റ്റേഴ്സും അതല്ലാതെ ഇങ്ങനെ നല്ല എന്താ പറയുക ലൈനായിട്ടുള്ള ഔട്ട്ലൈൻസും പിന്നെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ 1:45 അതിന് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്പേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്ക് പറ്റാത്ത കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഗീവ് അവേയിൽ ഇതേപോലെയാണ് ചെയ്തത്. ഇത് റാൻഡമായിട്ട് ഓരോ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 10, 300, 400ഓളം ആൾക്കാരുടെ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് ഇതെന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം നമ്മുടെ ആദ്യത്തെ ഒരു വിന്നർ എന്ന് പറയുന്നത് നമ്പർ 1141 ആണ്. അപ്പോൾ എനിക്ക് ആരാ 1141 സത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വിന്നർ എന്ന് പറയുന്നത് ആദ്യ 6 നല്ലേപ്പള്ളിയിൽ വീടുള്ള ആദ്യ 6 നമ്മുടെ ഒരു വിന്നർ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഭംഗി നോക്കിയിട്ടൊന്നുമല്ല, നമ്മുടെ എഫേർട്ട് നോക്കിയിട്ടായിരിക്കും ഞാൻ സെലക്ട് ചെയ്യാന്ന്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒരു ബാക്കിലൊരു തുണിയൊക്കെ മടക്കി ഇതേപോലൊരു ചെടിച്ചട്ടിയൊക്കെ വെക്കാനുള്ളൊരു ആ ഒരു എഫേർട്ട് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത്. പിന്നെ അടുത്തത് നമ്മുടെ സെക്കൻഡ് വിന്നർ എന്ന് പറയുന്നത് 32 ആണ്. ഇത് കറങ്ങുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ 32 എന്ന് പറയുന്നത് അനാമിക ഷാജു ആണ്. തൃശ്ശൂർ വീടുള്ള അനാമിക ഷാജു ആണ്. ഇതിലിനി ആർക്കാണ് ഫസ്റ്റും സെക്കൻഡും എന്നുള്ളത് നോക്കാം. ഇപ്പോൾ വരാൻ പോകുന്ന ആൾ നമുക്ക് സെക്കൻഡ്, അതായത് കുറച്ചൊരു എന്താ പറയുക സർപ്രൈസൊക്കെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ വരുന്നത് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആണ്. അപ്പോൾ ആർക്കാണ് നമ്മുടെ സെക്കൻഡ് എന്നുള്ളത് നോക്കാം. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിന്നർ എന്ന് പറയുന്നത് ആദ്യ 6. അപ്പോൾ നല്ലേപ്പള്ളിയിലുള്ള ആദ്യ 6 നമ്മുടെ ഗിവ് അവേയുടെ സെക്കൻഡ് വിന്നർ. അനാമിക ഷാജു ആണ്. തൃശ്ശൂരിലുള്ള അനാമിക ഷാജു ആണ് ഫസ്റ്റ് വിന്നർ. ഇതിൽ കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട. ഞാനും ഇഷ്ടംപോലെ ബാക്കിയുള്ളവരുടെ ഗിവ് അവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒന്നും കിട്ടാത്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമൊക്കെ നല്ല രീതിയിൽ മനസ്സിലാവും. പക്ഷെ നമുക്ക് അടുത്ത് തന്നെ നല്ലൊരു ഗിവ് അവേ ഒക്കെ നടത്താം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഗിവ് അവേ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഒരു പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇന്ന ആളാണ് വേണ്ടി സെലക്ട് ചെയ്തൊന്നുമല്ല. എനിക്ക് സത്യമായിട്ട് എനിക്കറിയുന്ന ആരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. എന്നെ അറിയുന്ന ആർക്കും എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പോലും നേരെ അറിയില്ല. അതുകൊണ്ട് ഞാൻ ആരും വേണം പറഞ്ഞിട്ടൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കൺഗ്രാറ്റ്സ് ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.